ജോലിയിലേക്ക് മാറുമ്പോഴാണ് തീർച്ചയായിട്ടും നാളേക്ക് എന്ത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് അന്ന് നമ്മൾ ഷെയർ ട്രേഡിങ്, ഇതൊക്കെ വലിയൊരു സാധ്യത ഉള്ളതാണെന്ന് നമുക്ക് ഒരു തോന്നൽ വരിക. എന്നാൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണ്, വളരെ പരിമിതമാണ്. ഇന്നത്തെ പോലെ യൂട്യൂബിലൊന്നും വീഡിയോ ഇല്ലാത്ത കാലവുമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ചെറുതല്ല, വലിയ മേഖലയാണ്. കണ്ണടച്ച് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടും പ്രശ്നമാണ്. അപ്പോൾ ജോലി രാജിവെച്ചതിൻ്റെ പുറകിൽ ഇരുന്നാൽ ചിലപ്പോൾ പഠിക്കാം. ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് തുടങ്ങാൻ പറ്റുക? അതെ, നോ വേ. അപ്പോൾ ഇതിനാരെങ്കിലും ഗൈഡ് ചെയ്യണം. അങ്ങനെ ആരുമില്ല. അങ്ങനെയാണ്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, 15, 20 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു, വീട് വെച്ചു, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, ഇതൊക്കെ നടന്നു. ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ അവരെ കഴിച്ചില്ല. എത്ര തുക വെച്ചൊക്കെ തുടങ്ങാം നമുക്ക്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 രൂപ ഒരു പ്രതിമാസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. ഏറ്റവും ചെറിയ ടിക്കറ്റ് സൈസിൽ നമുക്ക് തുടങ്ങാം. ഇപ്പം ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ അത് കാൽക്കുലേഷൻ എടുത്ത് നമുക്കൊരു 5000 രൂപ വെച്ച് എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര ഒരു 5000 രൂപ വെച്ചിട്ടൊക്കെ ഒരു മാസം ആൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ബാങ്കിലാണ് ഈ ഓരോ മാസവും 5000 രൂപ വെച്ചിട്ട് അടച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ് ഒരു 20 വർഷം കഴിയുമ്പോൾ ആളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. സെയിം സ്ഥാനത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗ്രോത്തിൻ്റെ രീതി വെച്ചിട്ട് ഏറ്റവും മിനിമം ഒരു 50 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ടാവും. പ്രവാസികളിൽ പലർക്കും സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പല പ്രവാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും പ്രവാസികളാണ്. അവരിൽ പലരും നാട്ടിൽ വരണം, സംരംഭം തുടങ്ങണം എന്ന് എപ്പോൾ കാണുമ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവരാരും വരില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, വന്നാൽ എന്ത് തുടങ്ങണം. എന്നാൽ നമ്മുടെ നാട്ടിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മേഖല കൂടിയുണ്ട്. എന്നാൽ നമ്മുടെ ന്യൂജൻ മുഴുവൻ അതിൻ്റെ പുറകെ ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ, അതായത് ഷെയർ ട്രേഡിംഗ് ആയിരിക്കാം, ഡിവഞ്ചേഴ്സ് ആയിരിക്കും, മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കാം, ഇതിലൊക്കെ സാധ്യതകളുണ്ടോ? ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രവാസി, അദ്ദേഹം പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വരാൻ തീരുമാനിക്കുന്നു, ഒരു മേഖല കണ്ടെത്തുന്നു, അതിൽ നാട്ടുകാരെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പുറപ്പെടുകയായി. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ബിജു മാത്യൂസ് ആണ് ഇന്ന് സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ബിജു, വെൽക്കം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്കൾ ഈഗിളിൽ വെച്ച് നമ്മൾ ഓൺലൈൻ ബാച്ചിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് നേരിട്ട് നമ്മുടെ കൊച്ചിയിൽ വെച്ച് 29ാമത്തെ ബാച്ചായിരുന്നു. അതെ, അതിനുശേഷം 102ാമത്തെ ബാച്ചിൽ വന്ന് ഫിസിക്കലി മീറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. താങ്കളുടെ ഭാര്യയും കൂടെയുണ്ട്. അന്ന് തൊട്ടേ എനിക്കറിയാം, പാൻഡമിക് കാലം തൊട്ട്. ബിജുവിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് പെരുമ്പാവൂരാണ്. കാരണം ഇവിടെ അടുത്ത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ പട്ടാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ? പഠിച്ചത് കോതമംഗലം. ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു. പാരൻസ് ആരെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? പാരൻസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാരൻറ്റ്, അത് ഞങ്ങൾക്കൊരു ചെറിയ കടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ബിസിനസ് എന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷേ അതായിരുന്നു, ഒരു കടയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആൾ ബേസിക്കലി മിലിറ്ററിയിൽ നിന്ന് കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ ഇങ്ങനെ ഓരോ പരിപാടികൾ, ഞങ്ങൾക്കൊരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫാദർ ഉണ്ടായിരുന്നത്. പഠനശേഷം ബിജു എന്താ ചെയ്തത്? പഠനത്തിന് ശേഷം എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിൻ കോതമംഗലത്ത് ഒരു ഡിസൈൻ സെൻറ്ററും അതിൻ്റെ കൂടെ കൺസ്ട്രക്ഷനൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറേ നാൾ അവിടെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ്, ഒരു റൂമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്നത്തെ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ സെൻറ്റർ എന്ന് പറയും. അപ്പോൾ വീടുകളുടെ പ്ലാനുകൾ വരച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ വീടുകളുടെ പണികൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ബിജു എത്ര നാൾ ജോലി ചെയ്തു? ഞാൻ ഏകദേശം ഒരു 2 കൊല്ലത്തോളമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് ഒരു ജോലിയല്ല മനസ്സിലുണ്ടായിരുന്നത്, ഒരു സംരംഭമാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങാനാണ്. അതിന് മോട്ടിവേഷൻ തന്നെ എൻ്റെ ഈ കസിനും തന്നെയാണ്.
ഓക്കെ. ബിജു നിനക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? ആ. നമുക്ക് ചെയ്യാലോ. ഞാൻ വേണ്ട സപ്പോർട്ട് ചെയ്ത് തരാം." അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യം കൂടുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നേരെ വന്നു തുടങ്ങി. അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് തെറ്റില്ലായിരുന്നു. നമുക്ക് നല്ല അതെന്ത് പേരിലാണ് തുടങ്ങിയത്? അത് അന്ന് മാസ്റ്റർ ബിൽഡേഴ്സ് എന്നും മാസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു. ബിൽഡേഴ്സ്. അത് പെരുമ്പാവൂരാണോ തുടങ്ങിയത്? പെരുമ്പാവൂര് കുറുപ്പുംപടി എന്ന് പറയും. കുറുപ്പുംപടിയിൽ. അപ്പോൾ ചോദിച്ചോട്ടെ, ഈ സ്ഥാപനം തുടങ്ങാൻ എളുപ്പമാണോ? എന്തെങ്കിലും വർക്കുകളൊക്കെ കിട്ടി തുടങ്ങിയോ? തുടക്കത്തിൽ വളരെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. എല്ലാ സംരംഭകരെ പോലെയും പറയുന്ന പോലെ തന്നെ തുടക്കത്തിൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ പിന്നെ ഫാദറും ഒക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. വർക്കുകൾ പതുക്കെ കിട്ടിത്തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ വീട് എടുത്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. അങ്ങനെ എത്ര വീടുകളൊക്കെ പണിതിട്ടുണ്ടാവും? ഏകദേശം ഒരു 9, 10 വീടുകളോളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാസമോഹം വരുന്നത്. എന്താണ് അതൊരു കാര്യം? സാഹചര്യം. ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് 2002 വിവാഹം കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ അങ്കിള് ആള് കുവൈറ്റിലായിരുന്നു. ആൾക്കൊരു കമ്പനി ഉണ്ട് അവിടെ. അപ്പോൾ അങ്കിള് തന്നെ പറഞ്ഞു, "ഓക്കെ, നിങ്ങൾ വാ, അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ വർക്കുണ്ട്, നിങ്ങൾക്ക് താല്പര്യം പറഞ്ഞപ്പോൾ ഓക്കെ, ഓഫ് കോഴ്സ് അത് പോവാം." അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ പ്രവാസിയായിട്ട് പോവുകയാണ്. കുവൈറ്റിലേക്ക് പോവാണ്. കുവൈറ്റിലേക്ക് അപ്പോൾ ഈ പോവുകയാണ്. ബിസിനസ് എന്ത് ചെയ്തു അപ്പോൾ? ബിസിനസ് എൻ്റെ ബ്രദറ് നാട്ടിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ. ഞങ്ങൾ ആസാം ആപ്പിൾ വാലിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. കൊക്കക്കോള ഞങ്ങൾ പെരുമ്പാവൂര്, കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ 4 ടൗണിൽ കൊക്കക്കോളയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. ഇങ്ങനെ ബിസിനസ്സും അതിൻ്റെ കൂടെ തന്നെ പാരലലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രവാസിയായിട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അന്നേരം എന്നിട്ട് ബ്രദറാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത്. കുറച്ച് ബ്രദർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പ്രവാസിയായിട്ട് അവിടെ വീടുകളൊക്കെ പണി തീർത്തിട്ടാണ് പോയത്? ഏകദേശം ഒരു 4 വീടാണ് ഞാൻ പോകുന്ന സമയത്ത് അത് അന്ന് റണ്ണിങ്ങിലുണ്ടായിരുന്നത്. 2ഓളം വീട് അതാത് കണ്ടീഷനിൽ വെച്ച് തന്നെ അവരത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. ബാക്കി 2 വീടിനാണെന്ന് എൻ്റെ ബ്രദർ വെച്ചിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ കുവൈറ്റിലെത്തി 2 പേർക്കും ജോലി ഒരേ സ്ഥാപനം? ഒരേ സ്ഥാപനം. താങ്കൾ എന്ത് മേഖലയിലാണ്? അങ്കിളിൻ്റെ കമ്പനി ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ആ ഒരേ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടി. താങ്കൾ എന്ത് മേഖലയിലാണ്? ഞാനതിൽ അവിടെ കമ്പനിയിൽ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുവൈറ്റ് ഓയിൽ കമ്പനികളിലെ വർക്ക് ഉണ്ടായിരുന്നു. കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി അവിടെ വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇവർ കോൺട്രാക്റ്റിംഗ് ബിസിനസ്സായിരുന്നു കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. വൈഫ് അക്കൗണ്ട്സിലായിരുന്നു. അപ്പോൾ 2 പേരും അങ്ങനെ കുവൈറ്റ് ജീവിതം ആരംഭിച്ചു. പ്രവാസ ജീവിതം. എത്ര വർഷം? ഏകദേശം 19 വർഷത്തോളം കുവൈറ്റിലുണ്ടായിരുന്നു. 19 വർഷം. യെസ്. അപ്പോൾ മക്കളൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ അല്ലേ? തീർച്ചയായും. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് താങ്കൾക്കൊരു വിസ്ഡം, അറിവ് കിട്ടുന്നത്. കാരണം നമ്മുടെ ജീവിതം എപ്പോഴും അൺസേർട്ടൺ ആണ്. നമുക്ക് പണം കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എന്തായിരുന്നു സംഭവം? എപ്പോഴാണത് തുടക്കം കുറിക്കുന്നത്? നമ്മളിവിടെ ബിസിനസ്സിലാവുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഓൺലൈനിൽ പൈസ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങനെയാണ് നമ്മളത് ആലോചിച്ച് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിയിലേക്ക് മാറുമ്പോഴാണ് തീർച്ചയായിട്ടും നാളേക്ക് എന്ത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക. അപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് അന്ന് നമ്മൾ ഷെയർ ട്രേഡിങ്, ഇതൊക്കെ വലിയൊരു സാധ്യത ഉള്ളതാണെന്ന് നമുക്ക് ഒരു തോന്നൽ വരികയാണ്. എന്നാൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമാണ്. വളരെ പരിമിതമാണ്. ഇന്നത്തെ പോലെ യൂട്യൂബിലൊന്നും വീഡിയോ ഇല്ലാത്ത കാലവുമാണ്. തീർച്ചയായിട്ടും ഒന്നുമില്ല. അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഷെയറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാനായിട്ട് ഒരാളെ കാണാനില്ല, ഒരാളെ കിട്ടാനില്ല. ഇതെന്തോ വലിയ സംഭവമാണ്, ഇത് പറഞ്ഞു കൊടുത്താൽ എന്തോ, അതായത് അതിനേക്കാളുപരി നീ ഒന്നും ഇത് പഠിക്കേണ്ട ആൾ, നീ അത്രത്തോളം ഒന്നും വളർന്നിട്ടില്ല എന്നുള്ളൊരു രീതിയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ്, ഇത് എന്താണെന്ന് അറിയണമല്ലോ. കാരണം കുറേ കൂടെ റിട്ടേൺ കിട്ടുന്നതാണ്, കുറേ സാധ്യതകളുള്ളതാണെന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മാതിരി നമ്മുടെ യൂട്യൂബോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു അങ്കിള് ചെയ്യുന്നുണ്ടായിരുന്നു, ആളും ഹെൽപ്പ് ചെയ്തു. ഇതുപോലെ നമുക്ക് പിന്നെ നമ്മൾ പതുക്കെ പഠിച്ചു തുടങ്ങുകയാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ നാട്ടിലാണോ? നാട്ടിലാണ് ചെയ്യാൻ പറ്റുക. കുവൈറ്റിലിരുന്നുണ്ട്. വെക്കേഷൻ വന്നപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് റെസിഡൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ഓ, നിങ്ങളൊരു NRI ആണ്. യെസ്. അതിൽ ഡിമാറ്റ് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല? ഓക്കെ. ഇത് തിരിച്ചറിവ് വന്നത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് വന്നത്, NRI ആയിരിക്കുന്നിടത്തോളം കാലം റെസിഡൻ്റ് അക്കൗണ്ടിൽ ഇത് ചെയ്യാൻ പാടില്ല, ഇല്ലീഗലാണ് എന്നുള്ളത്. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് സൈലൻ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം പേരിൽ നേരെ NRI സ്റ്റാറ്റസിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പണം കുറച്ച് നിക്ഷേപിക്കണം, ഇതായിരുന്നു മനസ്സിൽ? തീർച്ചയായിട്ടും. എന്നിട്ട് നിക്ഷേപിച്ചോ? അങ്ങനെ നിക്ഷേപം ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ട് തുടങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് അടുത്ത പ്രതിസന്ധി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ 2 മേഖലകളാണ് പിന്നെ അവിടെ കാണാൻ പറ്റുന്നത്.
എന്താണ്? ഒന്ന് ഷെയർ ട്രേഡിങ്, 2 ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും രണ്ടാണെന്നുള്ള തിരിച്ചറിവ് വന്നതാണ് അടുത്ത പ്രതിസന്ധി തുടങ്ങുന്നത്. എന്താണ്? ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്കവിടെ കമ്പനികളെ ഒന്നും കാണാനില്ല. ഇതിൻ്റെ വിലകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇത്രയുണ്ട്, നാളെ വിറ്റാൽ എത്ര കിട്ടും? ഇത്രേ ഉള്ളൂ ട്രേഡിങ്. അവിടെ വരുമ്പോൾ എന്താണ്? നമ്മൾ ഇതിനെക്കുറിച്ച് ഏതാണ് സാധ്യത നമ്മൾ പഠിച്ച് ചെയ്യണം. അവിടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഏത് ഇൻവെസ്റ്റ്മെന്റിൽ? ട്രേഡിങ്ങിൽ. ട്രേഡിങ്ങിൽ. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രഷർ ഹൈ ആവും. ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴെന്താണ്? അവിടുത്തെ പ്രതിസന്ധി അതിലും വലുതാണ്. നമ്മൾ ഒരു കമ്പനിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ കമ്പനി വാങ്ങുമ്പോൾ എന്താണ് അറിയണ്ടേ? ആദ്യം തന്നെ ഈ കമ്പനി എങ്ങനെയാണെന്ന് അറിയണം. കമ്പനിയെ കുറിച്ച് മുഴുവൻ പഠിക്കണം. കമ്പനി ഷീറ്റ് ചെക്ക് ചെയ്യണം. ലാഭകരമായിട്ട് ബാലൻസ് ഷീറ്റ് പഠിക്കണം, ഇതിൻ്റെ പ്രോസ്പെക്റ്റ് പഠിക്കണം, ഇതിൻ്റെ പ്രൈസിങ് പവർ എന്താണെന്ന് അറിയണം, കോമ്പറ്റേറ്റർ ആരാണെന്ന് അറിയണം. ഇത് ചെറുതല്ല, വലിയ മേഖലയാണ്. കണ്ണടച്ച് ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രണ്ടും പ്രശ്നമാണ്. രണ്ടും പ്രശ്നമാണ്. ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് നമ്മൾ എന്താ പറയുക, 10 ദിവസം ഒരു മാസം നമ്മൾ ലാഭം ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഈ ലാഭം ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ പോകും. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുന്നതിന് അപ്പോൾ ജോലി രാജിവെച്ചതിൻ്റെ പുറകിൽ ഇരുന്നാൽ ചിലപ്പോൾ പഠിക്കാം. ഐ ഡോണ്ട് തിങ്ക് സോ. കഷ്ടപ്പാട്. അങ്ങനെ ഒരു സ്റ്റേജിലാണ്. അപ്പോഴാണ് നമ്മൾ അടുത്ത സെഗ്മെന്റ് ഇതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു സെഗ്മെന്റ് വരാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത്. ഓക്കെ. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഒരു കംഫർട്ട് സോണിലേക്ക് വന്നു. എന്താണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊഫഷണൽസ് ആണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. സോ നമ്മുടെ വീക്ക്നെസ് എന്തൊക്കെയായിരുന്നു? കമ്പനികളെ കുറിച്ച് പഠിക്കണം, ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് പഠിക്കണം, ഇതിൻ്റെ പൊട്ടൻഷ്യൽ പഠിക്കണം, ഇതിൻ്റെ കോമ്പറ്റേറ്റർ പഠിക്കണം. ഇതൊക്കെ അവരാണ് പഠിക്കുന്നത്. അപ്പോൾ പണി അറിയാവുന്ന പുലികൾ അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്തോളും. നമ്മൾ പൈസ കൊടുത്താൽ മതി. നമ്മൾ പൈസ കൊടുത്താൽ അതിനെന്തെങ്കിലും ഒരു ചെറിയ അവർക്കൊരു അവരുടെ മാനേജ്മെന്റ് ഫീസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ ഈ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് അത് ചെയ്തോളും. നമ്മളെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിൽ റിട്ടേൺ എന്തുണ്ടോ അത് നമുക്ക് കിട്ടും. നമ്മുടെ സൈഡ് സേഫാണ്. അതാണ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിലേക്ക് ഇൻവെസ്റ്റ് അതിൽ നിന്ന് താങ്കൾക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങി. നല്ല ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. നമുക്കൊരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. 500 കോടി ഉണ്ടെങ്കിലും 500 കോടി ഇൻവെസ്റ്റ് ചെയ്യാം. ടിക്കറ്റ് സൈസ് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ രീതിക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഇന്ന് ഒരുമിച്ചിടാം, കുറേശ്ശെയായിട്ടിടാം, മന്ത്ലി ഇടാം, വീക്ക്ലി ഇടാം, ഡെയിലി ഇടാം. ഭയങ്കര ഫ്ലെക്സിബിൾ. നമ്മൾ SB അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ അതേപോലെ തന്നെ കൊണ്ടുനടക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളൊന്ന് സെറ്റായി. അപ്പോൾ ഇത് പഠിച്ചു. ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പ്രവാസിയായിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് ചെയ്യും, എങ്ങനെ ചെയ്യും, ആര് വഴി ചെയ്യും, ആര് നമ്മളെ സഹായിക്കും. കാരണം ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ ഏത് കാലത്താണ് തുടങ്ങാൻ പറ്റുക? അതെ, നോ വേ. അപ്പോൾ ഇതിനാരെങ്കിലും ഗൈഡ് ചെയ്യണം. അങ്ങനെ ആരുമില്ല. അങ്ങനെയാണ് ഇത് പിന്നെ കുത്തിന്ന് പഠിച്ച്. അപ്പോഴാണ് നമ്മളിത് പറഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്നവർ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അവർക്കും താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇത്രയാണ് കിട്ടുന്നുള്ളൂ. അത് ഇൻഫ്ലേഷൻ തന്നെ ഓൾമോസ്റ്റ് അത്രത്തോളം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ആ പൈസ കൊണ്ട് നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെ ഇൻഫ്ലേഷൻ അത്രത്തോളം ഉണ്ടാവും, പ്രൈസിൻ്റെ ഹൈക്ക് അത്രത്തോളം ഉണ്ടാവും. അപ്പം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നൊരു റിട്ടേൺ അത് കിട്ടിയാലാണ് തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ ഒരു ഹയർ റിട്ടേൺ കിട്ടുന്നൊരു രീതിയിലേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകണം. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ സഹായിക്കാൻ തുടങ്ങി. അവരെ സഹായിച്ച് അവിടെ കുറേ പേർക്ക് നമ്മൾ ഇതുപോലെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്ത് ഇവർ ചെയ്തു വന്നു കഴിയുമ്പോഴാണ് അവിടെ അടുത്ത പ്രതിസന്ധി തുടങ്ങുകയാണ്. അടുത്ത പ്രശ്നം എന്താണ്? നമുക്ക് ഇവരെ ഒഫീഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്നിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവരെ നമ്മളെ അനുവദിക്കില്ല. ലീഗലല്ല. നമ്മൾ എക്സ്റ്റേണൽ ആളാണ്. എക്സ്റ്റേണൽ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവരെ സഹായിക്കാനായിട്ട് പറ്റില്ല. ഒരു ഉപദേശം കൊടുക്കാമെന്നേ ഉള്ളൂ. പുറമെ നിന്നിട്ട് പറയാനേ പറ്റുള്ളൂ. അഭിപ്രായം പറയാൻ അതും അവർക്ക് പോരാ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ഉള്ളിൽ നിന്ന് സഹായിക്കണമെങ്കിൽ നമ്മളതിന് ഓതൻറ്റിക് ആളാവണം. ഒരു ഓതറൈസ്ഡ് ആളാവണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത പഠിത്തം തുടങ്ങി. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആലോചിച്ചു. വെരി ഗുഡ്.
അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അവിടെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അതെ. അവിടെ ഒരു ആവശ്യകതയുള്ളപ്പോൾ ഗ്യാപ്പുണ്ട് അവിടെ. ഒരു ഗ്യാപ്പുണ്ട്. അവർക്കൊരു ഹെൽപ്പ് ആവശ്യമാണ്. പിന്നെ പുറത്ത് നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയും. പുറത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവും. അത് ആ ഒരു ട്രസ്റ്റ് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാൾ, അതൊരു വലിയ പെയിനാണ്. അതെനിക്ക് മനസ്സിലായതാണ്. കാരണം ഞാൻ പ്രവാസിയായിട്ട് ഇത്രയും കാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം ആ പെയിൻ എന്താണെന്നുള്ളത്. അതെ. ഇപ്പോഴും നാട്ടിൽ നിന്ന് പുറം വന്നിട്ട് പലരും വിളിച്ചിട്ട് നമ്മുടെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള മേഖലകളുണ്ട്. ബാങ്കിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ പറയുന്നത് നമ്മളവിടെ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യണില്ല. അതെ. ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. അതെ. കാരണം സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് വളരെ സങ്കടമാണ് പല സ്ഥലങ്ങളിലും. അതെ, അതെ. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എന്താണ് ഈ ഫ്രാഞ്ചൈസി? ഫ്രാഞ്ചൈസി ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഷെയർ ബ്രോക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസിയാണ്. ഓക്കെ. തിരുവനന്തപുരത്തെ നമ്മുടെ ക്യാപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഷെയർ ബ്രോക്കിങ്ങിൻ്റെ ഫ്രാഞ്ചൈസി ഞങ്ങൾ അത് നാട്ടിലാണോ തുടങ്ങിയത്? നാട്ടിലാണ് നാട്ടിലാണ്. പക്ഷേ താങ്കൾ അവിടെയാണ് ഇരുന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫ്രാഞ്ചൈസി തുടങ്ങി നമ്മൾ അതിൽ ക്ലയൻസിനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ക്ലയൻറ്റ് ബേസും കിട്ടി തുടങ്ങി. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഷെയർസിൽ ചെയ്യുമ്പോൾ റിസ്ക് നമ്മൾ നേരിട്ട് നമ്മൾ തന്നെ അനുഭവിച്ചതാണ്. അതെ. പക്ഷേ അതിനകത്ത് ചെയ്ത് വിജയിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അതിനകത്ത് നമുക്ക് ആഗ്രഹം മാത്രം പോരാ, അത് ചെയ്യാൻ പറ്റുകയും കൂടെ ചെയ്യണം. അതെ. അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഒരുപാട് പേര് പുതിയ പിള്ളേരാണെങ്കിലും വന്നിട്ട് എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യണം. കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു എൻക്വയറി വന്നതാണ്. ആൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം, എങ്ങനെയൊക്കെയാണ് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കിപ്പോൾ കിട്ടുന്ന വരുമാനം തികയുന്നില്ല. അതെ. കുറച്ചുകൂടെ വരുമാനം വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, എന്താണ് നീ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആൾ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഒരു 10,000-25,000 രൂപയൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇത് ട്രേഡ് ചെയ്തിട്ട് അവന് 15,000 രൂപ ഉണ്ടാക്കണം ഒരു മാസം. അപ്പം ഞാൻ പറഞ്ഞു മോനെ അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം, അത് ഒരു വശം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ 25,000 രൂപയ്ക്ക് ഒരു വർഷം നമ്മുടെ ഒരു ആവറേജ് റിട്ടേൺ വെച്ചിട്ട് ഒരു 12% കൂട്ടിയാൽ പോലും ഒരു വർഷം കിട്ടാൻ പോകുന്ന എത്ര രൂപയാണ്? 3,000 രൂപയാണ്. അതെ. 3,000 രൂപ ഡിവൈഡഡ് ബൈ 12 വരുമ്പോൾ എത്ര വരും? 250 രൂപയാണ് ഒരു നോർമൽ റിസ്കിൽ ആൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു മാസം. ഒരു മാസം. അത് പുള്ളിയുടെ എക്സ്പെക്ടേഷൻ 15,000 ആണ്. എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞു 250 രൂപ ഒരു മാസമാണെങ്കിൽ അതിൻ്റെ 10 ടൈംസ് റിസ്ക് എടുത്താൽ എത്ര വരും? 2,500 ആയുള്ളൂ. 20 ടൈംസ് റിസ്ക് എടുത്താൽ പോലും 5,000 ആവുള്ളൂ. അപ്പോൾ എത്ര ടൈംസ് റിസ്ക് എടുത്താലാണ് ഈ 15,000ത്തിലേക്ക് എത്താൻ പറ്റുക? അപ്പോൾ അത്രയും റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അത്രയും പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഭയങ്കര ഹൈ ആണ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അതിൻ്റെയോടൊപ്പം തന്നെ അതിലും വലിയ പ്രശ്നം അതൊരു വശത്ത് ആ കാശ് പോയി എന്ന് വിചാരിച്ചാൽ മതി. അതിലും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും റിസ്കിൽ ചെയ്യുമ്പോൾ ആളുടെ മൈൻഡ് എവിടെയായിരിക്കും? ട്രേഡിലായിരിക്കും. അപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഈ ആളുടെ സിറ്റുവേഷൻ എന്താവും? പണി പോകാനും സാധ്യതയുണ്ട്. പണി പോകാനും സാധ്യത പരിതാപകരവും. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ ആദ്യം മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പതുക്കെയാണ് തുടങ്ങുക. എന്നിട്ട് ഒരു 1-2 വർഷം നോക്ക് ഇതെങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അപ്സ് എങ്ങനെയാണ്, ഡൗൺസ് എങ്ങനെയാണ്, മാർക്കറ്റിൻ്റെ ഒപ്പം എങ്ങനെയാണ് പോകുന്നത്. ഒരു 1-2 വർഷം ആകുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണ്. കാരണം എല്ലാവർക്കും ഇത് കേട്ടിട്ടുണ്ടെങ്കിലും മേഖല പുതിയതാണ്, അതെന്താണെന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ ഇത്ര 1-2 വർഷം ആകുമ്പോഴത്തെ ഏകദേശം അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കാര്യങ്ങൾ, എന്നിട്ട് വേണമെങ്കിൽ പതുക്കെ തുടങ്ങണമെങ്കിൽ അതും ഒരു ലിമിറ്റഡ് എമൗണ്ട് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് താങ്കൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിനും ലീഗൽ കംപ്ലയൻസസ് ഇല്ലേ? തീർച്ചയായിട്ടും ലീഗൽ കംപ്ലയൻസ്. അതിന് ആംഫി രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അതിന് നമ്മളൊരു എക്സാം പാസ്സായ പഠിച്ചൊരു എക്സാം പാസ്സായിട്ട് അതിനൊരു രജിസ്ട്രേഷൻ എടുക്കണം. ഈ ആംഫി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തത് ഇതിൻ്റെ ഓരോ കമ്പനികളായിട്ട് നമ്മൾ എംപാനൽ ചെയ്യണം. എംപാനൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ പ്രോഡക്ട്സ് നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കും. എത്ര കമ്പനികൾ ഉണ്ടാവും? ഏകദേശം ഒരു 47ഓളം കമ്പനികൾ ഇന്നിപ്പോൾ എല്ലായിടത്തും താങ്കൾ ലിസ്റ്റഡ് ആണ്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോഴും താങ്കൾ കുവൈറ്റിലിരിക്കുകയാണ്. അതെ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ വളർത്താൻ പറ്റുമോ? കുറേ ആൾക്കാരെ സഹായിക്കാൻ പറ്റുമോ? അത് ഞാൻ നാട്ടിൽ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഞാനൊരു പാർട്ട്ണറായിട്ട് ഞങ്ങളൊരു ഓഫീസ് തുടങ്ങുകയാണ് നാട്ടിൽ. ഓക്കെ. അപ്പോൾ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടുകൾ ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2022 ഞാൻ കുവൈറ്റ് വിടാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അതെന്ത് പറ്റി?
കുവൈറ്റ് വിടാനുള്ള തീരുമാനം അവിടെ ഒരു 1, 2 ഫാക്ടർ ഉണ്ടായിരുന്നു. ഒന്ന് ഈ അങ്കിൾ എന്ന് പറയുന്ന ആൾക്ക് കുറച്ച് ഏജ് ആയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യണം, ആൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരണം തിരിച്ചു പോരാണ്. ഒരു ചിന്ത വന്നു. അപ്പോൾ കമ്പനി ആളത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് വേറൊരു കമ്പനിയിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് കുവൈറ്റ് വിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരാൻ തീരുമാനിച്ചു. നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തു. ഫൈനലി ഡിസൈഡഡ് ക്വിറ്റ് കുവൈറ്റ്. 19 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന് ഒരുപാട് കർഷൻ ഇടുകയാണ്. ഒരുപാട് ഒരുപാട് പഠിപ്പിച്ചു. അപ്പൊ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു സാധനം തുടർന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി റണ്ണിങ് ആണ്, കുഴപ്പമില്ല. അപ്പൊ അതിനകത്തേക്കാണോ കയറിയത്? അതിലേക്ക് വന്നു, അതിലേക്ക് ആക്റ്റീവായിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പാർട്ണറായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളത് പാർട്ണർഷിപ്പ് എക്സിറ്റ് ആവുകയാണ്. എക്സിറ്റ് ആയിട്ട് പാർട്ണർ രീതിയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ രീതിക്കും ചെയ്തു അപ്പൊ പോകും. എന്താണ് സ്ഥാപനത്തിന് പേരിട്ടത്? എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ബിജു ക്യാപിറ്റൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടാണ്. ബിജു ക്യാപിറ്റൽ സർവീസസ്. വെരി അതാണ് ഗുഡ്. പേര്. അപ്പൊ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുന്ന മെയിൻലി മ്യൂച്വൽ ഫണ്ട്സും SIPസും ആണ് മെയിനായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് മേഖലയുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷെയർ ബ്രോക്കിംഗ്, പിന്നെ ഹെൽത്ത് വെഹിക്കിൾ ഇൻഷുറൻസ്, ഇങ്ങനെ ഇൻഷുറൻസ് മേഖലയും മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ്, ഷെയർ ബ്രോക്കിംഗ്, ഇതാണ് ഞങ്ങളുടെ കോർ ബിസിനസ് ഏരിയ. അതിനുള്ള സപ്പോർട്ടുകളാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ബിജു നാട്ടിലേക്ക് വന്നു, ഇത് തുടങ്ങി. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങണം എന്ന് പറയാൻ കാരണം? അതിന് വ്യക്തമായി, കാരണം പലർക്കും അതിനെക്കുറിച്ചിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടായിരിക്കും അതിൽ ഇറങ്ങാതിരിക്കുന്നത്. എന്തോ ഒരു സംഭവമാണ്, നമ്മൾ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം, ഇതൊക്കെ ഇല്ലാത്തവരൊക്കെ, അല്ലെങ്കിൽ IT വേണം, നോളജ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരു നിർബന്ധ ബുദ്ധിയാൽ തന്നെ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നൊരു റിട്ടേൺ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ ആളുകളോട് നിർബന്ധമായിട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എന്താ ഉണ്ടാവുക, ഈ പൈസ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുട്ടടിച്ച് പോകും. അതെ. പണ്ട് നമ്മുടെ കാരണന്മാർ പറയും, ഒന്നുകിൽ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ സ്വർണം മേടിക്കാൻ പറയും, ഇല്ലേ? അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? കൂടുതലും സ്വർണത്തോടുള്ള ആഗ്രഹം ഒരു വശത്ത് അതവിടെ നിൽക്കുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പാരൻസും കാരണം ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഇത് എടുത്തു വെക്കണം എന്തിനാണെന്നറിയോ? സ്വർണ്ണമായിട്ട് വെച്ചാൽ ഇത് പുട്ടടിച്ച് തീരില്ല, ആ സാധനമെങ്കിലും ബാക്കി ഉണ്ടാവും. അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ സെക്കൻഡറി ആണ്. ഫസ്റ്റ് തിങ് എന്താണ്? ദ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. ആ സാധനം അവിടെ ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ നമ്മൾ നാളത്തേക്ക്, നമുക്ക് ഇന്നിപ്പോൾ ഒരു എമർജൻസി, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ആശുപത്രി എക്സ്പെൻസ് വന്നാൽ നമുക്ക് ഉണ്ടാവുമോ? നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് വന്നാൽ പോലും നമുക്ക് എടുക്കാനായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മളെ എവിടെ നിന്നാണ് ഉണ്ടാവുക? ഒരു സ്ഥലത്തും ചോദിച്ചാൽ കിട്ടത്തില്ല. ഗൾഫിൽ നിന്നൊക്കെ ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, 15, 20 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, ഇവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു, വീട് വെച്ചു, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു, ഇതൊക്കെ നടന്നു. ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ അവരെ കയ്യിൽ കഴിച്ചില്ല. ഏറ്റവും സങ്കടകരമാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് താങ്കൾ നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ എത്ര തുക വെച്ചൊക്കെ തുടങ്ങാം നമുക്ക്? ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 രൂപ ഒരു പ്രതിമാസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം. ഏറ്റവും ചെറിയ ടിക്കറ്റ് സൈസിൽ നമുക്ക് തുടങ്ങാം. ഇപ്പം ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. നമുക്ക് ഏറ്റവും മിനിമം ഒരു പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പാൻ കാർഡ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ കിട്ടാവുന്നുണ്ട്. അത് ഓട്ടോക്കാരനായിരിക്കാം, ഈവൻ പാൻ കാർഡ് വേണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു ഓട്ടോക്കാരനോ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണത്. ഈ ചിലർ സംശയം പറയും, ഷെയർ പൊട്ടിപ്പൊളിഞ്ഞു പോയാലോ? ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ എമൗണ്ട്, നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. എന്നിട്ട് ഒരു 1-2 വർഷം നോക്ക്. ഞാൻ എന്തിനാത് പറയണതെന്ന് അറിയോ? അതുകൊണ്ട് വലിയൊരു കോടീശ്വരനാവാൻ വേണ്ടിയിട്ടല്ല. അറ്റ്ലീസ്റ്റ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഇൻവെസ്റ്റ് ചെയ്യാം.
ഇല്ലെങ്കിൽ യു ക്യാൻ ക്വിറ്റ് എനി ടൈം. ഒരു ഐഡിയൽ സൈസ് എന്നൊക്കെ പറഞ്ഞ ഒരു എത്രയാണ്? ഒരു 5000 എത്രയാണ്? ഒരു ഇപ്പം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 5000 8000 ഒക്കെ ഒരു ഐഡിയൽ ഐഡിയൽ സൈസാണ്. ആണ്. അവർക്ക് അപ്പോൾ മാറ്റി വെക്കാൻ പറ്റും. പറ്റും. 5000 ഒക്കെ ഈസി പറ്റണം. ആയിട്ട് മാറ്റി പറ്റും. അപ്പോൾ അത് ഒരു കാൽക്കുലേഷൻ എടുത്തേ. നമുക്കൊരു 5000 രൂപ വെച്ച് എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര എത്ര കിട്ടും? ഒരു 5000 രൂപ വെച്ചിട്ടൊക്കെ ഒരു മാസം ആൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 20 വർഷം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ജോലി ഇപ്പോൾ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ വെച്ചിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഹഡിലൊന്നുമല്ല. ഉം. ഒരു 20 വർഷത്തേക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 20 വർഷത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിലാണെങ്കിൽ ഓരോ മാസവും ഈ 5000 രൂപ വെച്ചിട്ട് അടച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ് ഈ 20 വർഷം കഴിയുമ്പോൾ ആളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക. സെയിം സ്ഥാനത്ത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗ്രോത്തിൻ്റെ രീതി വെച്ചിട്ട് ഏറ്റവും മിനിമം ഒരു 50 ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ടാവും. അതൊരു 5000 രൂപ വെച്ച് മാസം അടച്ചു പോയാൽ പോലും നമുക്കൊരു 20 വർഷം അടയ്ക്കാമെങ്കിൽ അതിനെക്കുറിച്ച് മറന്നേക്കുക. ചിന്തിക്കരുത്. പക്ഷേ ചിന്തിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടോളണം. ഒരു 50 ലക്ഷം രൂപ ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അപ്പോൾ മക്കളൊക്കെ വലുതായിട്ടുണ്ടാവും. പഠനാവശ്യത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് എന്ത് വേണമെങ്കിൽ നമ്മുടെ ഉപയോഗിക്കാം. ലക്ഷ്യങ്ങൾ നമ്മുടെ സാധാരണ നമ്മുടെ മനുഷ്യരുടെ ഒരു സാധാരണ ലക്ഷ്യങ്ങൾ എന്താണ്? നമ്മുടെ വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ മാരേജ് എക്സ്പെൻസ്, എല്ലാറ്റിനും ഉപരി നാളെ നമുക്ക് പണിയില്ലാത്തൊരു സ്റ്റേജ്, നമ്മുടെ റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാസവരുമാനത്തിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ? നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ? നമ്മുടെ ലിവിങ് സ്റ്റാറ്റസ് എത്ര കണ്ട് താത്താൻ പറ്റും നമുക്ക്? മാനസികമായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ആ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതേ റവന്യൂ നമുക്ക് നമ്മുടെ ജോലി കഴിയണ സമയത്തും അതേ റവന്യൂ നമുക്ക് മന്ത്ലി നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റണം. ആ സ്റ്റേജിലേക്ക് നമ്മുടെ അസറ്റ് ഗ്രോ ചെയ്യണം. ബിജു, ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് രണ്ടുപേർക്കും വ്യക്തതയുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതിനെക്കുറിച്ച് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇതിനെക്കുറിച്ച് പാഷനുള്ള നമ്മുടെ പുതിയ ജനറേഷനൊക്കെ യൂട്യൂബ് വീഡിയോകളും ഇതൊക്കെ കണ്ട് പഠിക്കുന്നുണ്ടാവും. പക്ഷേ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല, അല്ലെങ്കിൽ അതിലേക്ക് ആരും എത്തിക്കാറില്ല. അതിന് ബിജു എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് കുറേ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ കുറേ കമ്പനികളിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. എംപ്ലോയീസിന് വേണ്ടി എംപ്ലോയീസിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈഗിളിൽ തന്നെ കുറേ കമ്പനികളിലായി താങ്കൾ പോകുന്ന ഫോട്ടോസ് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്രയോ ഹോംസിൽ നമ്മുടെ റോഷൻ സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ പോപ്പിൻസിൽ വിനീത് സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചറിവ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയും ഞങ്ങളിത് പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല. എവിടെ നമ്മൾ ചെയ്യും, എങ്ങനെ ചെയ്യും, ഇതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാനായിട്ടുള്ളൊരു പരിമിതിയാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം യൂട്യൂബിൽ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേ പരസ്യങ്ങൾ കാണുന്നുണ്ട്, ന്യൂസുകൾ കാണുന്നുണ്ട്, പക്ഷേ ഇതെങ്ങനെ എവിടെ നിന്ന് തുടങ്ങും എന്നറിയില്ല. തുടങ്ങും? അപ്പം അതിന് നിങ്ങൾക്ക് സഹായിക്കാനാവും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സഹായിക്കാം. അവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്തു ഒരു കൊടുക്കാൻ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം താങ്കൾ ഇതുപോലുള്ള പഠന ക്ലാസ്സുകൾക്കും പോകുന്നുണ്ട്. ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് വന്നത് ഇത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ. കാരണം അത് അത്രത്തോളം ആവശ്യകത അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നോക്കിയിട്ടല്ല ചെയ്യുക. അതെ. നമ്മൾ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ വലുതാകും തോറും നമ്മൾ ഓരോ പഠന ക്ലാസ്സുകൾ നമ്മൾ പല ബുക്കുകൾ വായിക്കുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പൈസ ലക്ഷ്യം വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങുക. പക്ഷേ റെസ്പോൺസിബിലിറ്റി പാർട്ടിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ പൈസ സെക്കൻഡറി ആവുകയാണ്. അതെ. പ്രൈമറി പൈസയല്ല, അവിടെ കുറേ റെസ്പോൺസിബിലിറ്റീസ്. കാരണം നമ്മൾ പലപ്പോഴും ഓരോരുത്തരൊക്കെ എന്തെങ്കിലുമൊക്കെ കോളുകൾ വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, നമ്മളെ വിശ്വസിച്ച് കുറേ പേര് നമ്മുടെ പുറകിലുണ്ട്. ഇവരോട് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അത് വളരെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഇത് മറ്റുള്ളവരെ ഇൻഫ്ലേഷനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെറുതെ പുട്ടടിച്ച് കളയാതെ കുറച്ച് പണമെങ്കിലും മാറ്റി വെക്കണം. കറക്റ്റായിട്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഭാവി സുരക്ഷിതമാക്കണം എന്ന് പറയുക എന്നുള്ളത് കൂടി താങ്കളുടെ ഈ സംരംഭത്തിൻ്റെ പിന്നിൽ. തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയൊരു ഉൾക്കാഴ്ച വന്ന് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഗൾഫിൽ 10, 15, 20 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ നിത്യ ചെലവിന് പോലും നമ്മുടെ അസുഖം വന്നാൽ പോലും മറ്റുള്ളവരുടെ കൈ വരേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും അടുത്തറിഞ്ഞവർക്കാണ് ആ പെയിൻ മനസ്സിലാവുള്ളൂ. മനസ്സിലാത്തവർക്ക് മനസ്സിലാവില്ല. ഈ ജീവിതം മുഴുവൻ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു, അവസാനം കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതാണ് താങ്കളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും. ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 60 കോടിയോളം രൂപയാണ് ഞങ്ങളിപ്പോൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. വെരി ഗുഡ്.
ഏകദേശം ഒരു 1000, 1100ഓളം ക്ലയൻറ്റ് ബേസ് നിലവിലുള്ള ക്ലയൻറ്റ്സ് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെയുണ്ട്. അത് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ ഒരു 1000 കോടി ഹാൻഡിൽ ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാക്കി വളർത്തുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 പേർക്കെങ്കിലും നമുക്ക് സർവീസ് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഈ കാര്യങ്ങൾ പകർന്നു കൊടുക്കാനും താങ്കളുടെ ലക്ഷ്യത്തിലുണ്ട്. തീർച്ചയായിട്ടും. ഈ ലക്ഷ്യങ്ങളൊക്കെ പൂവണിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അത് നമുക്കത് ഓരോ ക്ലാസ്സുകൾ കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ ക്ലയൻറ്റ്സായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴും നമുക്ക് ആ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. നിങ്ങൾ കേട്ടു ബിജു മാത്യൂസ് എന്ന ഈ സംരംഭകൻ്റെ യാത്ര. ആദ്യ സംരംഭകനായിരുന്നു, അത് വിട്ട് പ്രവാസിയായി നീണ്ട 19 കൊല്ലം കുവൈറ്റിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു തിരിച്ചറിവ് പ്രവാസികൾക്കും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്കുമൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ ഇൻഫ്ലേഷൻ കാരണം, പണപ്പെരുപ്പം കാരണം നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുമോ? അങ്ങനെ പുട്ടടിച്ച് കളയാനുള്ളതാണോ നമുക്ക് കിട്ടുന്നതെല്ലാം? പണ്ടുകാലത്ത് സ്വർണത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം. അപ്പോൾ അതിൽ നിക്ഷേപിക്കുന്നത് വഴി നമുക്ക് സേഫായിട്ട് ഇന്ന് ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടുമെന്നും ഭാരതം ഇന്ന് നന്നായി തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. താഴെ പോകേണ്ട ഒരു സാഹചര്യവും ഇന്ന് നമ്മുടെ ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ വളർച്ചയുടെ പാതയിലുള്ള ഈ രംഗത്തേക്ക് അദ്ദേഹം നിരവധി പേരെയാണ് കൈപിടിച്ച് വഴി തെളിക്കുന്നത്. 500 രൂപയുണ്ടെങ്കിൽ തന്നെ എല്ലാ മാസവും മാറ്റിവെക്കാമെങ്കിൽ തുടങ്ങാം. അതോടൊപ്പം തന്നെ ഭാവിയിൽ നമുക്കൊരു റിട്ടേൺസ് കിട്ടുന്നതുമാണ്. അദ്ദേഹം നിരവധി കോർപ്പറേറ്റുകൾക്ക്, എനിക്ക് പരിചയമുള്ള നിരവധി കോർപ്പറേറ്റുകൾക്കൊക്കെ സ്ഥാപനങ്ങളിൽ പോയി എംപ്ലോയീസിനോട് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുമുണ്ട്. ബിജു, താങ്ക് യു സോ മച്ച്. താങ്കളൊരു എഡ്യൂക്കേഷൻ വീഡിയോ കൂടിയാണത്. മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചുകൊണ്ട് അവരും എല്ലാവർക്കും ഒരു സമ്പാദ്യശീലം ഉണ്ടാവട്ടെ. എവിടെയോ അന്യം നിന്ന് പോയ കാര്യമാണ്. ഇന്നെനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാരുമൊക്കെ എല്ലാവരും ഈ പറയുന്ന പോലെ ക്വിക്ക് മണിയുടെ പുറകെ പോകാതെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായി അങ്ങനെ രീതിയിൽ തന്നെ ഉയർന്നു വരട്ടെ. താങ്കൾ തുടങ്ങിയ സ്വപ്നങ്ങൾ കാണട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഈഗിൾ കമ്മ്യൂണിറ്റിയുടെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. നന്ദി. താങ്ക് യു.